അസ്സലാമു അലൈക്കും. ആബിദിനെ കണ്ടതോടെ ഷാക്കിറ നിയാസിൻ്റെ പിന്നിലേക്ക് മറഞ്ഞു നിന്നു. കുറേ നാളായി അവനെ കണ്ടിട്ട്. അന്ന് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പറയാൻ വേണ്ടി ഐഷുമ്മയുടെ കൂടെ വന്നതായിരുന്നു. അന്നാണ് അവസാനമായി നേരിട്ട് കാണുന്നത്. ആകെ അവശനായിട്ടുണ്ടവൻ. ഒരു 10 വയസ്സ് കൂടിയ പോലെ. ഒരിക്കലും അവനെ ഇങ്ങനെ ഈ കോലത്തിൽ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല. എന്ത് അഹങ്കാരഭാവമായിരുന്നു. ആദ്യമൊക്കെ ഇത്തിരി ഗ്ലാമർ ഉള്ളത് കൊണ്ട് തന്നെ പെൺകുട്ടികളെല്ലാം വായ നോക്കും. തൻ്റെ സൗന്ദര്യത്തിൽ ഇത്തിരി അഹങ്കാരം അവനുണ്ടായിരുന്നു എന്നുള്ളത് ഷാക്കിറക്ക് അറിയാവുന്നതാണ്. എപ്പോഴും സംസാരത്തിലും പ്രവൃത്തിയിലും ആ അഹങ്കാരമുണ്ടായിരുന്നു. എന്തിന്? തനിക്ക് തന്നെ അവൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കാരമുണ്ടായിരുന്നില്ലേ? തന്നെ അങ്ങനെ ഒരാൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചപ്പോഴും ആദ്യ നാളിൽ കുടുംബങ്ങളിലേക്ക് വരുന്നതിന് പോകുമ്പോൾ പെൺകുട്ടികൾ നോക്കുന്നത് കാണുമ്പോഴും എല്ലാം ഞാനും സന്തോഷിച്ചിട്ടില്ലേ? നിയാസിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവൾ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്തിനായിരിക്കും അവനിങ്ങോട്ട് വന്നിട്ടുണ്ടാവുക? തന്നെ കണ്ടിട്ടുണ്ടാവുമോ? തന്നെ മനസ്സിലായിട്ടുണ്ടാകുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവളുടെ മനസ്സിൽ കടന്നുകൂടിയത്. അവനും ഷാക്കിറയെ കണ്ട ഞെട്ടലിലായിരുന്നു. വിവാഹമാണെന്ന് അറിഞ്ഞിരുന്നു. ഇനി ഒരിക്കലും തനിക്ക് അവളെ കിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അവൾ തൻ്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം തൻ്റെ ഐശ്വര്യം ഓരോന്നായി ഇല്ലാതായി കൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞില്ലാത്ത വിഷമം തനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കുഞ്ഞില്ലാത്തത് കൊണ്ടല്ല റസിയെ വിവാഹം കഴിച്ചതും. ആദ്യ കാഴ്ചയിൽ തന്നെ അവളെയും ഇഷ്ടമായി. മറ്റു പെൺകുട്ടികളൊക്കെ തൻ്റെ ഒരു ചിരിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ തന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നവളെ നേടണമെന്നൊരു തോന്നലും. പിന്നെ ഷാക്കിർ ഒരിക്കലും തന്നെ വിട്ടുപോകില്ല എന്നൊരു ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. വയ്യാതായ വയസ്സായ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് ഒരു ഗതിയില്ലാതെ ജീവിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് പോകില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുമ്പോൾ ഉമ്മ ഷാക്കിറയെ കുറ്റപ്പെടുത്തുമ്പോഴും വേറൊരു വിവാഹം കഴിക്കണമെന്ന് തോന്നിയതേയില്ല. കാരണം കുഞ്ഞുങ്ങൾ വേണമെന്നൊരു തോന്നൽ ഈ നിമിഷം വരെ തനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഉമ്മ വേറെ വിവാഹം കഴിക്കാൻ പറയുമ്പോൾ ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ റസിയെ കണ്ടത് മുതൽ, അവളെ പ്രണയിക്കാൻ തുടങ്ങിയത് മുതൽ കഴിവുള്ള പുരുഷന്മാർക്ക് 4 എണ്ണം കെട്ടാമെന്ന് ഇസ്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോർത്തു. സ്വത്തുള്ളത് കൊണ്ട് തന്നെ 2 പേരെയും നോക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിലൊരു കുറ്റമൊന്നും കണ്ടതില്ല. അവനും ഓരോന്ന് ഓർത്ത് വന്ന കാര്യം തന്നെ മറന്നുപോയതുപോലെ ആയി. അവളിത്തിരി ചെറുപ്പമായിരിക്കണം. അധികം വണ്ണം ഒന്നും വെച്ചിട്ടുണ്ടെങ്കിലും നല്ല തെളിച്ചം വെച്ചിരിക്കുന്നു. കെട്ടിടം ഇഷ്ടപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരികയായിരുന്ന ഷാക്കിറയെ അവൻ കണ്ട ആ സമയത്ത് അവൻ വിചാരിച്ചു, ഷാക്കിറയുടെ മുഖം മാത്രമല്ല, നിയാസിൻ്റെയും ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാം മുഖത്തെ തെളിച്ചം കെട്ടിരുന്നു അവനെ കണ്ടപ്പോൾ. അല്ല അജയരെ, എന്താ ഈ വഴിക്കൊക്കെ? അവന് കൂടെ ഉണ്ടായിരുന്ന കെട്ടിട ഉടമ ആബിദിൻ്റെ ഉപ്പയോട് ചോദിച്ചു. ഈ കെട്ടിടം വിൽക്കാണെന്ന് പറഞ്ഞു കേട്ടല്ലോ. ബാവപ്പോൾ അതൊന്ന് നോക്കിയാലൊന്ന് കരുതി വന്നതാണ് നമ്മൾ. ആചാരി അയാളെ നോക്കി പറഞ്ഞു. അത് കേട്ടതോടെ ഉള്ള തെളിച്ചം മുഴുവനും പോയി കിട്ടി. എല്ലാവരുടെയും ഇത് ഇഷ്ടപ്പെട്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ബോട്ടിക്ക് തുടങ്ങി നഷ്ടമുണ്ടായാലും സാരമില്ലെന്ന് ഓർത്തതായിരുന്നു. അവരെല്ലാവരും ഉടമസ്ഥനെ ഒന്ന് നോക്കി അയാൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി. അത് പിന്നെ ആചാരെ, ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇവർക്ക് കൊടുക്കാമെന്ന് ഞാൻ വാക്കും കൊടുത്തു. ഒരു 2 ദിവസം മുന്നാണെങ്കിലും നോക്കായിരുന്നു. ഇനിയിപ്പോൾ മാറ്റി പറയാൻ പറ്റൂലല്ലോ. ഉടമസ്ഥനിൽ നിന്നും അങ്ങനെയൊന്ന് കേട്ടപ്പോൾ അയാളുടെ മുഖമൊന്ന് ഇരുണ്ട് നെറ്റി ചുളിഞ്ഞു. ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം. എല്ലായിടത്തും തന്നെ പരിഗണിച്ചിട്ടേ വേറെ ആരെയും പരിഗണിക്കാറുള്ളൂ. പിന്നെ അത് മാത്രമല്ല, മറ്റു മക്കൾ അറിയാതെ ആബിദിനൊരു വരുമാനമാർഗം ഉണ്ടാക്കി കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെ വന്നതുമാണ്. കേസിനായി എല്ലാം വിറ്റുപെറുക്കി കൊടുത്തതിൻ്റെ ബാക്കിയുള്ള പണം എവിടെയും കൊണ്ട് കളയാതെ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചതാണ്. ബിസിനസ് തുടങ്ങാനുള്ള പണം ഇല്ലെങ്കിലും ബാക്കി ആചാരെ മറ്റു മക്കൾക്ക് അറിയാതെ നൽകാമെന്ന് ഏറ്റതുമാണ്. ഈ കെട്ടിടം വാങ്ങിയിടുന്നത് വഴി ആ പണം എങ്ങോട്ടും നാശമായി പോവില്ല. വാടകയ്ക്കെങ്കിലും നൽകാമെന്നെല്ലാം വിചാരിച്ചു വന്നതായിരുന്നു ആബിദും ഉപ്പയും. മുഖം ഇരുണ്ടിട്ടോ നെറ്റി ചുളിച്ചിട്ടോ കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് 2 പേർക്കും ഒരു നിരാശ വന്ന് നിറഞ്ഞു. നിയാസിനെയും ഉപ്പയെയും കണ്ട് സംസാരിക്കാതെ നിവർത്തിയില്ലെന്നായി. വന്ന പാടെ അവരെ കണ്ടിരുന്നു. എങ്കിലും താനൊരു വലിയ ആളാണെന്ന തോന്നൽ കൊണ്ട് ആ ജാടി ഇട്ടു നിന്നതായിരുന്നു അയാൾ. അല്ല ആചാര്യ, നിങ്ങൾ തമ്മിൽ ബന്ധുക്കളാണല്ലോ അല്ലേ? സജിനയെ അവിടേക്കാണ് വിവാഹം കഴിച്ചതെന്ന അറിവിൽ അയാൾ ചോദിച്ചു. അപ്പോൾ പിന്നെ അവർക്ക് കിട്ടിയതിൽ സന്തോഷമല്ലേ ഉള്ളൂ?
ഹാജിയാർക്ക് പിന്നെ ഈ കെട്ടിടം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇവർക്കാണെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തോ തുടങ്ങാനാണ്. അതിൻ്റെ ഉടമസ്ഥൻ വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾക്ക് അറിയില്ലായിരുന്നു ഷാക്കിറ ആബിദിൻ്റെ ആദ്യ ഭാര്യ ആയിരുന്നുവെന്ന്. പെൺകുട്ടിക്ക് എന്ന് കേട്ടത് ആബിദ ഷാക്കിറയെന്ന് നോക്കിപ്പോയി. തൻ്റെ ബാക്കിൽ പതിഞ്ഞു നിന്നവളെ നിയാസ് കൈകൊണ്ട് അവൻ്റെ ഒപ്പം നിർത്തിയിരുന്നു. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിന് ഒളിച്ചിരിക്കണം? അവർ കാണട്ടെ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കുന്നത് എങ്ങനെയെന്ന്. ഭാര്യമാർ തൻ്റെ വീട്ടിലെ അടിമപ്പണി ചെയ്യാനുള്ളതെന്ന് അല്ലെന്ന് അവർ മനസ്സിലാക്കട്ടെ. തൻ്റെ അടുത്ത് നിൽക്കുന്ന ഷാക്കിറയെ ഇടയ്ക്കിടയ്ക്ക് ആബിദ് നോക്കുന്നത് നിയാസ് കാണുന്നുണ്ടായിരുന്നു. ആബിദിന് അത് കേട്ടപ്പോൾ തൻ്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ വയ്യാതായി. ഷാക്കിറയെ കണ്ടതു മുതൽ അറിയാതെ ഒരു നോട്ടം അവളിലേക്ക് തെന്നു മാറുന്നുണ്ടായിരുന്നു. അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തന്നെ അവനറിയില്ലായിരുന്നു. തയ്യലെന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ വീട്ടുകാർക്ക് പുച്ഛമാണെന്ന് അവൻക്കറിയാം. അതുകൊണ്ടായിരിക്കും അവൾ തനിക്കത് അറിയാമെന്നുള്ളത് പറയാതിരുന്നത്. താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞല്ല മനസ്സിലാക്കേണ്ടതെന്ന് ആബിദിന് ഇപ്പോഴും അറിയില്ല. ഷാക്കിറാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ ഇടയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാണ്. അവൾ പോകാമെന്നതുപോലെ നിയാസിനെ നോക്കി. അവളെ മനസ്സിലാക്കിയതുപോലെ അവൻ തലയനക്കി. എന്നാൽ പിന്നെ ഇത് നമുക്ക് ഉറപ്പിക്കാമല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടത്താം. അവൻ അതിൻ്റെ ഓണറെ നോക്കി പറഞ്ഞപ്പോൾ അയാൾ ചിരിയോടെ തലയാട്ടി. മുങ്ങിത്താഴുന്ന കപ്പലാണ് താനെന്ന് ആബിദ് തിരിച്ചറിഞ്ഞു. തൻ്റെ കെട്ടിടം കൊടുക്കുമ്പോൾ അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യത്തിനും നല്ലൊരാളുടെ കയ്യിലും എത്തിച്ചേരണമെന്നത് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആബിദിനോടും ഉപ്പയോടും ശരിയെന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞ് സലാം കൊടുത്ത് മടങ്ങിയവർ. തങ്ങളെ തന്നെ നിരാശയോടെ നോക്കി നിൽക്കുന്ന ആബിദിനെ കണ്ട് നിയാസിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. എന്നാൽ സെജിനയുടെ വീട്ടുകാർ ആയതുകൊണ്ട് തന്നെ അവർ ഇത് തങ്ങൾക്ക് വിട്ടുതരും എന്ന ചിന്തയോടെ നിൽക്കുകയായിരുന്നു ഹാജിയാർ. അവർ മടങ്ങിയതോടെ പ്രതീക്ഷ മങ്ങി നിന്നു. ഒപ്പം ദേഷ്യവും അയാളിൽ നിന്ന് നിറഞ്ഞു വന്നു. ഒന്നുമില്ലെങ്കിലും അവർ അനിയൻ്റെ മകള് തൻ്റെ മകൻ്റെ ഭാര്യയല്ലേ? അപ്പോൾ പിന്നെ ആ ബഹുമാനം തന്നോടും വീട്ടുകാരോടും കാണിക്കണ്ടേ? എപ്പോഴും പെൺവീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടുകാരെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ അയാളുടെ ചിന്ത കാട് കയറി. അവർ ചെയ്തത് ശരിയായില്ല. അയാൾ പിന്നെയും പിന്നെയും പിറുപിറുത്തുകൊണ്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിൽ ചെന്ന മകനോട് അവൻ്റെ ഭാര്യ വീട്ടുകാരുടെ തങ്ങളോടുള്ള മനോഭാവം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ. അയാൾ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അവിടെ അവരെ കണ്ടതു മുതൽ ഷാക്കിറയുടെ കളിയും ചിരിയുമെല്ലാം നിന്നത് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. എങ്കിലും വീട്ടിലെത്തിയ പാടെ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടെ നിൽക്കാൻ കഴിയാതെ നിയാസിനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അവന് അവളെ ഒരു വാക്ക് പോലും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ടായിരുന്നു. എന്നാലും തൻ്റെ ഉമ്മയിൽ അവന് വിശ്വാസമായിരുന്നു. ഉമ്മ അവളെ ചേർത്ത് പിടിക്കും, സമാധാനിപ്പിക്കും എന്നവൻക്ക് അറിയാമായിരുന്നു. കരുതിയതുപോലെ തന്നെ ഉമ്മ അവളെ ആബിദിനെ കണ്ടതോ അവരുടെ കൂടെ കഴിഞ്ഞ ദിവസങ്ങളെപ്പറ്റിയോ ഒന്നും ചിന്തിക്കാനുള്ള സമയം നൽകാതെ തനിച്ചിരുത്താതെ ഷോപ്പിൽ എന്തൊക്കെ ഡിസ്പ്ലേ ഇടണം, അങ്ങനെ എന്തൊക്കെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ തോരാതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അവൾക്കും അതൊരു ആശ്വാസമായിരുന്നു. ഒന്നും ഓർക്കാൻ നേരം കിട്ടിയതേയില്ല. പിന്നീട് അവിടെ നിന്നുള്ള ദിവസങ്ങളിലും ഒരു ആലോചനയ്ക്കും ഇടം കൊടുക്കാൻ നേരമില്ലാതെ തിരക്ക് തന്നെയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞതും അത്യാവശ്യം വേണ്ട കബോർഡും ഡിസ്പ്ലേക്ക് ആവശ്യമായ പണികളുമൊക്കെയായി കുറച്ച് തിരക്കിലായി. പണിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നതും ചെയ്യുന്നതുമെല്ലാം ഉപ്പയായിരുന്നു. അതുകൊണ്ട് തന്നെ നിയാസ് കുറച്ച് ദിവസം ലീവെടുത്ത് തൻ്റെ രോഗികളെ മറ്റൊരു ഡോക്ടറെ ഏൽപ്പിച്ച് ഷാക്കിറയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസും മറ്റു സാധനങ്ങളും വാങ്ങിക്കാൻ ഡൽഹിക്ക് 2 പേരും കൂടി പോയി. പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ ഷാക്കിറയ്ക്കൊരു യാത്രക്ക് പോകുമ്പോഴുള്ള ഒരുക്കങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല. അവളുടെ ജീവിതത്തിൽ ആദ്യമായാണ് കേരളം വിട്ടൊരു യാത്ര. ആദ്യം വിവാഹം കഴിഞ്ഞ് ഒരു ബീച്ചിൽ പോലും പോയിട്ടില്ല. ആയിഷുമ്മക്ക് അതൊട്ട് ഇഷ്ടവുമല്ല. ആബിദ് കൊണ്ടുപോയിട്ടില്ല. മറ്റു മരുമക്കളൊക്കെ ആയിഷുമ്മ അറിയാതെ വേറെ ആവശ്യങ്ങൾക്ക് എന്നും പറഞ്ഞു കൊണ്ടുപോകും. കൂടുതലും ഡോക്ടറെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് പോകാറുള്ളത്. അതാകുമ്പോൾ ഇത്തിരി നേരം വൈകിയാലും പിടിച്ചു നിൽക്കാം, ഹോസ്പിറ്റലിൽ തിരക്കാണെന്നും പറഞ്ഞ്. മാത്രമല്ല അല്ലാതെന്ത് കാര്യത്തിന് പോകുമ്പോഴും ഭാര്യമാരെ ഒപ്പം കൊണ്ടുപോകാൻ സമ്മതിക്കാറില്ല. ആയിഷുമ്മയുടെ വാക്കുകൾ കേൾക്കുമെങ്കിലും അവർ ഭാര്യമാരുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കും, ആരും അറിയാതെ. ആദ്യമായി പുറത്തേക്ക് പോകുന്നതിൻ്റെ എല്ലാവിധ സന്തോഷവും അവൾക്കുണ്ട്. മാത്രമല്ല പോകുന്നത് വിമാനത്തിലും വരുന്നത് ട്രെയിനിലും, രണ്ടിലും അവൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല.
ഇന്ന് അനിയത്തിമാർ റീമയും ഫെബയും വിളിച്ചപ്പോൾ അവൾ ആവേശത്തോടെ പോകുന്നതിനെപ്പറ്റി സംസാരിക്കുന്നത് ചെറുചിരിയോടെ നിയാസ് നോക്കി നിന്നു. അവളുടെ സന്തോഷം അവൻ്റെ മനസ്സ് നിറച്ചിരുന്നു. വലിയ വലിയ യാത്രകൾക്കൊന്നും വേണമെന്നില്ല. ഒരു പെണ്ണിന് വർഷത്തിലോ 6 മാസം കൂടുമ്പോഴൊക്കെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്കോ കഴിക്കാൻ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വാങ്ങി നൽകിയാൽ തന്നെ അവൾ ഹാപ്പിയാവും. അതൊക്കെ ഒരാളെക്കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിലും അവർ അതിനൊന്നും മുതിരാറേയില്ല. കൊച്ചിയിലേക്ക് കാറിലുള്ള പോക്കിൽ തന്നെ ഷാക്കിറ ഛർദ്ദിച്ച അവശയായി. യാത്രകൾ അധികം ചെയ്യാത്തത് കൊണ്ടാവാം അവൾക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴും വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളത്. ഛർദ്ദിച്ച് അവശയായ ഷാക്കിറയെ നിയാസ് തന്നോട് ചേർത്ത് നിർത്തി. ഒരു കൈ കൊണ്ട് അവളെ പിടിച്ചാണ് അതിനുള്ളിലേക്ക് നടന്നത്. തന്നെ കൊണ്ടുപോകാൻ നിയാസിനുള്ള കഷ്ടപ്പാട് അവൾ അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അവളാകെ തളർന്നതുകൊണ്ട് അതല്ലാതെ മാർഗമൊന്നുമുണ്ടായിരുന്നു. അവിടെ ഗണ്ണുമായി നിൽക്കുന്ന യൂണിഫോം ഇട്ടവരെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് പേടി തോന്നി. ആദ്യമായാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. എന്നാലും നിയാസ് കൂടെയുണ്ടല്ലോ എന്നൊരു ആശ്വാസം അവൾക്കുണ്ട്. യാതൊരു കുറവോ സങ്കോചമോ ഇല്ലാതെ തന്നെ ചേർത്ത് പിടിച്ച് നടക്കുന്നവനെ കാണെ അവൾക്ക് അവനോട് സ്നേഹം നിറഞ്ഞു കവിഞ്ഞു. അവൾ ആ തളർച്ചയിലും അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എന്താ? എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നവളെ നോക്കി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തും ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. തങ്ങൾ രണ്ടുപേരും മാത്രമായുള്ള ആദ്യത്തെ യാത്ര അതവനിലും ഉത്സാഹം നിറച്ചു. ആദ്യമായി അനുഭവം കൊണ്ടാവും പ്ലെയിൻ ഉയർന്നു പോകുന്ന സമയം അവളൊന്ന് പേടിച്ചു കണ്ണുകൾ ഇറക്കിയടിച്ചു. അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്നവൻ്റെ ചുടിയിൽ ചെറിയ പുഞ്ചിരി തത്തിക്കളിക്കുന്നതോടൊപ്പം അവൻ്റെ കൈ അവളുടെ കൈ പൊതിഞ്ഞു പിടിച്ചു. അതവൾക്കൊരു ആശ്വാസമായിരുന്നു. അവൾ തിരിച്ചും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഉയർന്നു കഴിഞ്ഞതും ദീർഘമായി ശ്വാസം ആഞ്ഞു വലിച്ചുവിട്ട് അവൾ കണ്ണു തുറന്ന് ആകാശത്തു നിന്നും ഭൂമിയിലെ കാഴ്ചകൾ ആസ്വദിച്ചു. ആദ്യമായി ആയതുകൊണ്ടാവാം കാണുന്ന കാഴ്ചകൾക്കൊക്കെ ഏറെ ഭംഗി തോന്നി. അവളിൻ്റെ ഇടയിൽ ഒരു പുഞ്ചിരിയോടെ നിയാസിനെ നന്ദിയോടെ നോക്കി. തനിക്ക് ഈ കാഴ്ചകൾ കാണാൻ അവസരമുണ്ടാക്കിയത് അവനാണ്. പുലർച്ചെയോടെ എയർപോർട്ടിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ഷാക്കിറ തണുത്ത് വിറക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിലാണെന്ന് ആ പാവത്തിന് അറിയുമായിരുന്നില്ല. നിയാസ് തൻ്റെ ബാഗിൽ നിന്നൊരു സ്വെറ്റർ എടുത്ത് അവൾക്കിട്ട് നൽകി. സ്വെറ്റർ കിട്ടിയതോടെ ആശ്വാസമായെങ്കിലും തണുപ്പ് അവൾക്ക് കൂടുതലായിരുന്നു. തൻ്റെ ബാഗിൽ നിന്നൊരു ഷാൾ എടുത്ത് പുതച്ചവൻ അവളെ കൂടെ ആ ഷാളിനുള്ളിലേക്ക് തന്നോട് ചേർത്ത് പിടിച്ചപ്പോഴും അവരെ പൊതിഞ്ഞുകൊണ്ട് ആളുകൾ സർ ടാക്സി വേണോ റൂം വേണോ എന്നൊക്കെ ഇന്ത്യയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ തിരിച്ചും ഇന്ത്യയിൽ സംസാരിക്കുന്നതും അവർ വീണ്ടും എന്തൊക്കെയോ സംസാരിക്കുന്നതും നോക്കി നിന്നു. കുറച്ചു നേരത്തെ സംസാരത്തിനൊടുവിൽ അവർ പോയപ്പോൾ അവൾ അവൻ്റെ മുഖത്തോട് സംശയത്തോടെ നോക്കി. ഇവിടെ തന്നെ കൂടാനുള്ള പണിയാണോ എന്ന രീതിയിൽ. കൂടുതലൊന്നും അറിയില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും തങ്ങൾക്ക് പോകാൻ ടാക്സി വേണോ എന്നും താമസിക്കാൻ റൂം വേണോ എന്നും ചോദിച്ച് ബാർഗനായിരുന്നു അവിടെ നടന്നത് എന്ന് മനസ്സിലായി അവൾക്ക്. അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ തണുപ്പായതുകൊണ്ടാവാം സുഖം തോന്നിയതുകൊണ്ട് അവൾ വീണ്ടും അവനിലേക്ക് തന്നെ ഒട്ടി. തന്നിലേക്ക് കൂടുതൽ കൂടുതൽ ചേർന്ന് വരുന്നവളെ അവനും പറയുന്നുണ്ടായിരുന്നു. കൂനിക്കൂടി അവൻ്റെ നെഞ്ചിൽ എത്തിയിട്ടുണ്ട് പെണ്ണ്. അവന് ചിരി വന്നു. പോകാനുള്ള യാതൊരു ഉദ്ദേശവുമില്ലാതെ അവിടെ ഇട്ടിരിക്കുന്ന ഇരിപ്പിടത്തിൽ അവളെയും കൊണ്ട് പോയിരുന്നു അവൾ. ഉറക്കം വരുന്നുണ്ട്. അവൾക്ക് ആദ്യമായി വിമാനയാത്ര ആയതുകൊണ്ട് തന്നെ അതിൽ ഉറങ്ങാൻ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കം വരുന്നുണ്ട്. അവൾ അവനെ ചാരിയിരുന്നു. കുറച്ച് കഴിഞ്ഞതേയുള്ളൂ അവൾ അവൻ്റെ മടിയിൽ തല വെച്ച് കിടന്നു. ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾക്ക് സുഖമായി ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ അവളെ തന്നിലേക്ക് പിടിച്ചിരുത്തി ചേർത്ത് പിടിച്ചു. എത്ര നേരം അവളെങ്ങനെ കിടന്നു എന്നവൾക്ക് അറിയുമായിരുന്നില്ല. നിയാസിൻ്റെ കൂടെ പരിചയമില്ലാത്തൊരു അവ്യക്തമായ സംസാരം കേട്ട് അവൾ ഉണർന്നു. ആരും സ്ഥലകാലബോധമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നിമിഷത്തിന് ശേഷം തങ്ങളിപ്പോഴും ഇരുന്ന സ്ഥലത്ത് തന്നെയാണെന്ന് കാണെ അവളൊന്ന് കണ്ണൊന്ന് തിരുമ്പി. എഴുന്നേറ്റോ? എന്നാ വാ. തങ്ങളുടെ ബാഗിലൊന്ന് കയ്യിലെടുത്ത് അവൻ എഴുന്നേറ്റു. അവൻ്റെ മുന്നിൽ തന്നെ തങ്ങളുടെ മറ്റൊരു ബാഗും പിടിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്നവൻ തന്നെ നോക്കി ചിരിച്ചത് കണ്ട് അവളും ഒന്ന് ചിരിച്ചു കൊടുത്തു. പക്ഷെ ആ ചിരിയിൽ ചമ്മലുണ്ടായിരുന്നെന്ന് മാത്രം. താൻ ഗാഢമായിട്ട് ഉറങ്ങിയെന്നവൾക്ക് മനസ്സിലായി. ഇയാൾ ഇപ്പോൾ വന്നോ എന്നോ താൻ ഉറക്കത്തിൽ ഏത് കോലത്തിലായിരുന്നോ എന്നോ ഓർത്തായിരുന്നു അത്. ഇയാൾ താൻ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഓർത്തു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവർക്ക് ആദ്യമായി ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു ചമ്മൽ. ഇരുന്നത് ശരിയായില്ലേ, നടന്നത് ശരിയായില്ലേ, ഡ്രസ്സ് ശരിക്കും പോലെയല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ അവളെ പിടികൂടിക്കൊണ്ടേയിരുന്നു.
പിന്നീട് അവർ നേരെ ചെന്നത് ഒരു കാറിനടുത്തേക്കായിരുന്നു. മുന്നിൽ നടന്നിരുന്ന ആൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും തങ്ങളുടെ കയ്യിലുള്ള ബാഗുമെല്ലാം വാങ്ങി ഡിക്കിയിൽ വെച്ച് ഡിക്കി അടച്ചു. എന്താ പെങ്ങളെ? മുഖത്തൊരു ശമ്മല് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് ചോദിക്കുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി. നല്ല അസ്സല് മലയാളമാണ് പറയുന്നത്. ഇത്തിരി പോലും ഇന്ത്യച്ചുവയില്ലാത്ത അയാളെ അവൾ നോക്കിയത് അവൻ മലയാളി അല്ലെന്ന തോന്നലിലായിരുന്നു. അവളുടെ മനസ്സറിഞ്ഞതുപോലെ നിയാസ് അവളുടെ ചെവിയിൽ പറഞ്ഞു, പേടിക്കണ്ട, അവന് മലയാളിയാണ്, എൻ്റെ ഫ്രണ്ടാണ് എബ്രഹാം. ഇവിടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ്റെ ഫാമിലിയും ഇവിടെ അവൻ്റെ കൂടെയാണ്. നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവളുടെ ചെവിയിൽ സ്വകാര്യം പറയുന്നവനെ അവനൊന്ന് നോക്കി. പെങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ലോ. മാത്രമല്ല ആളുകളോട് സംസാരിക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണല്ലേ, പ്രത്യേകിച്ചും ആണുങ്ങളോട്. സാരമില്ല, ഇവിടെ നിന്ന് പോകുമ്പോഴും എല്ലാം ശരിയായിക്കോളും. അവൻ അവളുടെ ഉൾവളിഞ്ഞ പ്രകൃതം കണ്ട് പറഞ്ഞു. ഈ പറഞ്ഞത് ശരിയാ അബ്രഹാമേ. അവൾ ജീവിച്ച് വളർന്ന സാഹചര്യം, ഇതുവരെ ജീവിച്ച സാഹചര്യമൊക്കെ അങ്ങനെ ആയിരുന്നടാ. ഇനി പതിയെ പതിയെ ശരിയായിക്കോളും അല്ലടി. അവസാനം അവൻ ഷാക്കിറയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. രാത്രിയിൽ പലവിധ ലൈറ്റിൽ തെളിഞ്ഞു നിൽക്കുന്ന ഡൽഹി അവൾക്ക് കണ്ണുകൾക്ക് കുളിർമയേകി. ഓരോ കടകളും ഓരോ വ്യക്തികളെയും അവൾ ഒന്നൊഴിയാതെ നോക്കി നിന്നു. സമയം പുലർച്ചെ 4 മണിയായിട്ടുള്ളൂ. എങ്കിലും രാത്രിയുടെ ചെറിയ കറുപ്പുണ്ടെന്ന് വെച്ചാൽ പകൽ പോലെ സജീവമാണ്. അവൾ ആ വിസ്മയ കാഴ്ചകൾ കണ്ണുകൊണ്ട് ഒപ്പിയെടുത്തു. ഇടയ്ക്കിടെ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന നിയാസിൻ്റെ കൈ അയഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി. കണ്ണടച്ച സീറ്റിലേക്ക് ചാരിക്കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായി. അതുവരെ അവർ രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. നിയാസ് ഉറങ്ങിയതോടെ അതിനുള്ളിൽ നിശബ്ദത പരന്നു. കുറച്ചു നേരത്തെ ഓട്ടത്തിന് ശേഷം കാർ നിർത്തിയത് അറിഞ്ഞ് അവൾ ചുറ്റുപാടും ഒന്ന് നോക്കി. അധികം വലിപ്പമോ ആഡംബരമോ ഇല്ലാത്ത ഒരു വീടിന് മുറ്റത്താണ് കാർ നിർത്തിയത് എന്ന് അവളുടെ നിരീക്ഷണത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി. അപ്പോഴും ഉറങ്ങുകയായിരുന്ന നിയാസിനെ അവൾ തട്ടി വിളിച്ചു. ഉറക്കത്തിൻ്റെ ഇടയിൽ അവളുടെ അടുത്തു നിന്നുള്ള ഡിസ്റ്റർബൻസ് കണ്ട് അവനൊന്ന് ചിണുങ്ങി തന്നെ കുലുക്കി വിളിക്കുന്ന അവളുടെ കൈ എടുത്ത് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ട് വീണ്ടും ഉറക്കം തുടങ്ങി. അവൾ ആകെ ചമ്മി ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങുന്നവനെ നോക്കി. മുന്നിലേക്കാണ് നോട്ടമെന്ന് കാണാൻ സമാധാനമായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൾ അവനിൽ നിന്നും കുതറിമാറി. ഈ പെണ്ണിത്. ഉറക്കം മുറിഞ്ഞതോടെ പിറുപിറുത്തുകൊണ്ട് അവളെ മാറ്റിയിരുത്തി മുന്നിലേക്കും സൈഡിലേക്കുമൊക്കെ നോക്കി. സ്ഥലം എത്തി എന്ന അറിവ് അവനിലും ചെറിയ ചമ്മലുണ്ടാക്കി. താൻ ഇത്രയും ഉറങ്ങിയോ എന്ന രീതിയിൽ. എബ്രഹാം ഡിക്കി തുറന്ന് അറിഞ്ഞുകൊണ്ട് നിയാസ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒപ്പം ഷാക്കിറയും ഇറങ്ങി. എബി, ഞാൻ പിടിക്കാം. നിയാസ് അവൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി പിടിച്ചു. അപ്പോഴേക്കും പുറത്തെ ലൈറ്റൊക്കെ തെളിഞ്ഞിരുന്നു. അകത്തു നിന്നും ഡോർ തുറക്കുന്ന ശബ്ദവും കേട്ടു. ഷാക്കിർ അവിടേക്ക് കണ്ണുകൾ പായിച്ചു നോക്കി. തലയിൽ തട്ടമൊക്കെ ഇട്ട ഒരു സ്ത്രീ ഡോറിന് വെളിയിലേക്ക് ഇറങ്ങിവെന്നും അവൾ അതിശയത്തോടെ തലയിലിട്ടത് തട്ടം തന്നെയല്ലെന്ന് നോക്കി. അതെ ആണ്, ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ എന്നവൾ മനസ്സിൽ വിചാരിച്ചു. രണ്ടുപേരും ബാഗെടുത്ത് വീടിന് നേർക്ക് നടന്നു. ഒപ്പം കണ്ണുകൊണ്ട് കൂടെ വരാൻ നിയാസ് പറയുകയും ചെയ്തു. നിയാസിൻ്റെ ബാക്കിലായി പതുങ്ങിയാണ് അവൾ നടന്നത്. ഒന്നാമത് മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകിയിട്ട് ശീലമില്ല. അവളുടെ പതുങ്ങൽ അറിഞ്ഞ് മുന്നിലായിരുന്നവൾ അവൾക്കൊപ്പം തന്നെ നടന്നു. രണ്ടു കൈയിലും ബാഗും പിടിച്ച് നടക്കുന്നവനെ നോക്കി അവളും പിന്നാലെ നടന്നു. റീനെ, ഇവളങ്ങി വിളിക്കടോ. നീയായിട്ട് എന്തെങ്കിലും സംസാരിക്കാതെ അവളായിട്ടൊന്നും പറയില്ലെന്ന് എബി ഡോറിന് വെളിയിൽ വന്ന് നിൽക്കുന്നവളെ നോക്കി പറഞ്ഞു. അവൾ ഷാക്കിറയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. പേടിക്കണ്ട, പരിഭ്രമിക്കുകയും വേണ്ട. ആ ബാഗ് എവിടേക്ക് വെച്ചോളൂ. നിയാസ് അകത്ത് കയറിയതോടെ എബി ഒരു റൂം ചൂണ്ടി പറഞ്ഞു. ഷാക്കിറയെയും കൊണ്ട് റീന ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. എബിയും നിയാസും അപ്പുറത്തെ സോഫയിലും. രണ്ടുപേർക്കും കഴിക്കാനെടുക്കട്ടെ? റീന ചോദിച്ചപ്പോൾ വേണ്ടെന്ന് തലയാട്ടി രണ്ടുപേരും. എന്നാൽ പിന്നെ രണ്ടുപേരുടെയും കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും സുബഹി ബാങ്ക് കൊടുക്കും. അത് നിസ്കരിച്ചോടൊന്ന് കിടന്നോളൂ. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കാം. റീന നിസ്കാരത്തെ പറ്റി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് കൺഫ്യൂഷനായി. അവൾ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നൊന്നും അറിയാതെ. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞ് നിയാസ് എഴുന്നേറ്റ് ഒപ്പം ഷാക്കിറയെ നോക്കി. റീനെ പിടിച്ചിരുത്തിയപ്പോൾ തന്നെ അവരുടെ ഇടയിൽ ഇരിക്കാനുള്ള മടി കൊണ്ട് അവൾ മുള്ളിന്മേൽ ഇരിക്കുന്ന പോലെയാണ് ഇരുന്നത്. അവൻ വിളിച്ചതോടെ അവൾ വേഗത്തിൽ അവന് പിന്നാലെ പോകാൻ എഴുന്നേറ്റ് നിന്നു. റീനയെ നോക്കി തലയാട്ടി. അവൻ റൂമിലേക്ക് പോകുന്നതോ നോക്കിയിരുന്ന റീന എബിയെ അവളുടെ നോട്ടം കണ്ട് അവൻ പുരികം പറ്റി. ലോകത്തിലെ ചതിയൊന്നും അറിയാത്ത ഒരു പാവം പെണ്ണ്. ശരിയാ,
അത് ശരിവെച്ച് അവൻ തലയാട്ടി. ചൂടുവെള്ളത്തിൽ ഒന്ന് മേല് കഴുകി ഷാക്കിറ കുളി ചൂടുവെള്ളത്തിലായിരുന്നെങ്കിലും വെള്ളം മേൽ വീണ് കഴിഞ്ഞ് സെക്കൻഡുകൾക്കകം തണുപ്പ് പൊതിയുന്നുണ്ട്. റൂമിൽ നിന്ന് ഇറങ്ങിയ പാടെ അവൾ ബെഡിൽ കിടന്ന് പുതപ്പിട്ട് മൂടി. ആദ്യം കുളിച്ചത് നിയാസായിരുന്നത് കൊണ്ട് തന്നെ അവൻ നിസ്കരിക്കാൻ അപ്പുറത്തേക്ക് പോയിരുന്നു. നിസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ അവളെ കാണാനില്ല. ചുറ്റുപുറവും നോക്കിക്കഴിഞ്ഞു. അവൻ അപ്പോഴാണ് ബെഡിലേക്ക് നോക്കിയത്. മൂടി പുതച്ച് കിടക്കുന്നവളെ കാണാൻ അവൾക്ക് നിസ്കരിക്കാനില്ലെന്ന് അപ്പോഴാണ് അവൾ ഓർത്തത്. അതോടെ ഒരു ചിരിയോടെ അവനും അവളുടെ പുതപ്പിനുള്ളിലേക്ക് കിടന്നു. ചുമരിനോട് തിരിഞ്ഞു കിടന്നവളെ വയറിൽ കൂടെ കൈ ചുറ്റിയപ്പോഴേക്കും അവൾ നീങ്ങി അവൻ്റെ നെഞ്ചും തട്ടി മാറ്റിയിരുന്നു. അവനൊന്നുകൂടെ അവളെ തന്നിലേക്ക് പുണർന്നു കിടന്നു. ആ ഉറക്കം അവർ നന്നായി തന്നെ ഉറങ്ങി. ഡോറിൽ കൊട്ടും വിളിയും കേട്ടാണ് പിന്നെ ഉണർന്നത്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. നിയാസ് ഷാക്കിറയെ കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിച്ചു. രണ്ടുപേരും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ അവരെയും കാത്ത് അവർ രണ്ടുപേരും ഹാളിൽ തന്നെയുണ്ടായിരുന്നു. 9 മണിക്ക് നമുക്ക് പോകേണ്ടതല്ലേ, അതേ വിളിച്ചുണർത്തിയേ. രണ്ടുപേരും ഫ്രഷായി വന്ന് ചായ കുടിക്കേ, അപ്പോഴേക്കും ഞാനെന്ത് പണി ഒതുക്കട്ടെ. റീന അവരെ കണ്ടപാടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവളുടെ കൂടെ എബിയും നടന്നിരുന്നു. ഷാക്കിറയും റീനയും ബാക്കിലും നിയാസും മുന്നിലും എബി ഡ്രൈവർ സീറ്റിലും ഇരുന്നു കൊണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു കോളനി ഉണ്ടെന്നും അവിടെ ചെറിയ ചെറിയ നെയ്ത്തുശാലകളുണ്ടെന്നും പറഞ്ഞ് പോവുകയാണ്. റീന വാത്തോരാതെ സംസാരിക്കുന്നുണ്ട് ഷാക്കിറയോട്. റീന ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ടും അവൾ പറയുന്നത് മൂളിക്കിട്ടും ഇരിക്കുകയാണ് ഷാക്കിറ. അവരുടേത് പ്രണയവിവാഹമായിരുന്നു എന്നവൾ ഇതിനോടകം മനസ്സിലാക്കി. നാട് ഇളക്കിമറിച്ച പ്രണയവിവാഹമായിരുന്നു അവരുടേതെന്ന് നിയാസ് പറഞ്ഞിരുന്നു. 2 മതമായതുകൊണ്ട് തന്നെ ഇരു വീട്ടുകാർക്കും എതിർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ എതിർപ്പുകളെയും നിസ്സാരമാക്കി അവർ അവരുടെ പ്രണയം നിറഞ്ഞ ജീവിതം ആരംഭിച്ചു. കൊച്ചിക്കാരനായ അവർ ജോലി തേടി ഡൽഹിയിൽ തന്നെ താമസവുമാക്കി. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ കഴിയുന്നു. എബിയുടെ വീട്ടുകാർ വരവും കുറച്ച് ദിവസം താമസിക്കാറൊക്കെയുണ്ട്. എന്നാൽ റീനയുടെ വീട്ടുകാർ അവളെ പാടെ തള്ളിക്കളഞ്ഞിരുന്നു. അവളുടെ ഉപ്പ മരിച്ചപ്പോൾ പോലും അവസാനമായി ഒന്ന് കാണാൻ സമ്മതിച്ചതുകൂടിയില്ല. അവൾ ഏറെ പ്രതീക്ഷയോടെ വീട്ടിലേക്ക് ചെന്നിരുന്നു എന്നെങ്കിലും ഉപ്പ മരിക്കാൻ സമയം പറഞ്ഞിരുന്നിടത്തെ താൻ മരിച്ചു കിടക്കുമ്പോൾ പോലും അവളെ കാണാൻ സമ്മതിക്കരുതെന്ന്. ബലം പ്രയോഗിച്ച് കാണാൻ അവൾക്ക് തോന്നിയതുമില്ല. കുറേ ദിവസം അവൾ ആ സങ്കടത്തിൽ നടന്നു. പിന്നെ എപ്പോഴോ പതിയെ പതിയെ കരകയറുകയായിരുന്നു. അവളുടെ സങ്കടം അറിഞ്ഞതുപോലെ എബിയുടെ അപ്പയും അമ്മയും അവളെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. 2 കുഞ്ഞുങ്ങളെയും എബിയുടെ മാതാപിതാക്കളുടെ അടുത്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ നിയാസിൻ്റെയും ഷാക്കിറയുടെയും കൂടെ പോയിരിക്കുന്നത്. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എബി ആ ഭാഗത്തുള്ളവർക്ക് അറിയാമായിരുന്നു. അവൻ അവർക്കിടയിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവരെ നെയ്ത്തുശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഷാക്കിറ കാണുകയായിരുന്നു ഡൽഹി എന്ന സംസ്ഥാനത്തെ. ഉള്ളേരിയ ആയതുകൊണ്ട് തന്നെ കുടിലുകളാണ് ഓരോന്നും. ഓടിട്ട കെട്ടിടങ്ങൾ വളരെ കുറവ്. എവിടെയും ബാത്റൂം കാണാനില്ല. വൃത്തിയുടെ കാര്യത്തിൽ മഹാമോശം. അവിടെ നിന്ന് പോകുന്നവർക്ക് ഇവിടെ നിന്ന് മനസ്സറിഞ്ഞ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ തോന്നില്ല. അത്രയും മോശം. നമ്മുടെ വീട്ടിലൊക്കെ ചുരുങ്ങിയത് 2 ബാത്റൂമെങ്കിലും ഉണ്ട്. എന്നാൽ അവിടുത്തെ നെയ്ത്തുശാലയിൽ നെയ്യുന്ന വസ്ത്രങ്ങൾ വിലക്കുറവും അതിൻ്റെ മേന്മയുമുള്ളതാണ്. അവൾ അവിടെയെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ അവളുടെ മുഖത്തേക്ക് നോട്ടം എത്തിയപ്പോൾ അവളുടെ മുഖഭാവങ്ങൾ കണ്ട് എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. ആബിദ കുറച്ച് ദിവസമായി കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നടക്കാൻ തുടങ്ങിയിട്ട്. പനി തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോഴും കുറവൊന്നുമില്ല. ഒരു ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടുകാരുടെ ചിലവിൽ കഴിയുന്നവന് മോനെ വലിയ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാനുള്ള പണമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ ചെക്കപ്പ് പേരിന് മാത്രമായി. പനി കൂടിയെങ്കിലും അവിടെ തന്നെ വീണ്ടും കാണിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുവരലും എല്ലാം കാരണം അവന് പണിക്ക് പോകാൻ പറ്റാതെ വന്നു. അവസാനം പുറത്തേക്ക് എഴുതി കൊടുത്ത ടെസ്റ്റിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ജോലിക്ക് പോകാതെ മോനെ കൊണ്ട് നടക്കേണ്ടി വരുന്ന ദേഷ്യം മുഴുവനും അവൻ റസിയയിലേക്ക് തിരിച്ചു. ഒരടിയെങ്കിലും കിട്ടാത്ത ദിവസം അവളുടെ ജീവിതത്തിൽ ഇല്ലാതായി. അത്രയും സഹിച്ചു കടിച്ചു പിടിച്ചുള്ള ജീവിതം ഷാക്കിറയെ കണ്ണീർ കുടിപ്പിച്ചതിന് പടച്ചവൻ നൽകുന്നതാണോ എന്ന് റസിയ ചിന്തിക്കാതിരുന്നില്ല. താനല്ലെങ്കിൽ വേറൊരുവൾ ആബിദിൻ്റെ ജീവിതത്തിൽ വന്നേനെ എന്ന് അവൻ്റെയും ഉമ്മയുടെയും സ്വഭാവം അറിയാവുന്ന റസിയയ്ക്ക് ഉറപ്പായിരുന്നു. മഞ്ഞപ്പിത്തം ഒരാഴ്ചയായിട്ട് മാറാതെ കണ്ണിൽ നിന്നും നഖത്തിൽ നിന്നുമെല്ലാം പകർന്ന് അത് ശരീരം മുഴുവൻ മഞ്ഞ നിറമായി.
ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.